ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം കഴിയുന്ന കൂട്ടുകാർക്കായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. GK ക്വസ്റ്റ്യൻസും സ്പെഷ്യൽ ടോപ്പിക്കും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ്? എ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688-ലാണ്. ബി. നെപ്പോളിയന്റെ പതനത്തിനിടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818-ലാണ്. സി. 1492-ൽ കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. ഡി. റഷ്യൻ വിപ്ലവം നടന്നത് 1917-ലാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ബി ആണ്. നെപ്പോളിയന്റെ പതനത്തിനിടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818-ലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ആണ് ലൂയി 14. 3 താഴെ പറയുന്നതിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്ന് എഴുതുക. ഉത്തരം എ ആണ്. ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു. 4 താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. എൻ്റെ ഉത്തരം സി ആണ്. 4 ചമ്പാരൻ സത്യാഗ്രഹം, 2 അഹമ്മദാബാദ് മിൽ സമരം, 1 ചൗരി ചൗര സംഭവം, 3 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. ബീഹാറിലാണ് നടന്നത്. 5 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏത്? ഉത്തരം എ ആണ്. അഖില തിരുട്ട്. 6 ഓപ്പറേഷൻ ഗംഗ ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ബി ആണ്. ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യം. 7ാമത്തെ ക്വസ്റ്റ്യൻ ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം. ഉത്തരം എ ആണ്. ഭൂകമ്പനാഭി. 8 5 രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? ഉത്തരം ബി ആണ്. യുവത്വഘട്ടം. 9 താഴെ കൊടുത്തിരിക്കുന്ന ഏറ്റവും ദൃഢമായ ധാതു. ഓപ്ഷൻ ഡി ഡയമണ്ട്. 10 ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ. ഉത്തരം എ ആണ്. കേപ്പൻ. 11 ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ സി ആണ്. ഇടുക്കി. 12 MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര്. ഉത്തരം എ ആണ്. ഗ്രീൻഫീൽഡ്. 13 സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി ആണ്. പഴം പച്ചക്കറികളുടെ ഉൽപാദനം. 14 മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി. ഉത്തരം എ ആണ്. റാബി വിളകളാണ്. 15 കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം. ഉത്തരം സി ആണ്. സിഡ്കോ. 16 നീതി ആയോഗിന്റെ ആസ്ഥാനം. ഓപ്ഷൻ സി ആണ്. ന്യൂഡൽഹി. 17 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഓപ്ഷൻ ഡി ഇവയെല്ലാം. അതായത് 1 സുസ്ഥിര വികസനം, ബി മുഴുവൻ ഗ്രാമങ്ങളെയും വർദ്ധീകരിക്കുക, സി വിദ്യാലയങ്ങളിലെ ലിംഗസമത്വം അസമത്വം കുറയ്ക്കുക. 18 ലോക പയറുവർഗ ദിനം എന്നാണ്? ഉത്തരം എ ആണ്. ഫെബ്രുവരി 10. 19 ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ ആണ്. ഫ്രഞ്ച്. 20 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഉത്തരം ഡി ആണ്. ജവഹർലാൽ നെഹ്റു. 21 മാൻഡാമസ് എന്ന റിട്ടിന്റെ അർത്ഥം. എ ആണ്. കൽപ്പന. 22 മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം സി 51A. 23 കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ഏത്?
ഉത്തരം ഡി ആണ് അറ്റോർണി ജനറൽ. 24 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. ഉത്തരം എ ആണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. 25 തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? ഉത്തരം ഡി ആണ് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. 26 സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? ബി ആണ് ഭരണഘടനയിൽ നിന്ന്. 27 കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സി ആണ് മെഡിസെപ്പ്. 28 സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി ഓട്ടിസം ബാധിച്ച കുട്ടികൾ. 29 കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. സി ജോസഫ് മുണ്ടശ്ശേരി. 30 നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം ബി ആണ് നരേന്ദ്രമോദി. 31 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. ഉത്തരം ബി ആണ് മുഖ്യമന്ത്രി. 32 ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാക്കുന്നത്? ഉത്തരം എ ആണ് വില്ലൈ. 33 തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? സി മെഡുല. 34 രക്തം കട്ടൊഴിക്കാൻ സഹായിക്കുന്ന ധാതു ഏത്? ഉത്തരം ബി ആണ് Ca++. 35 സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം. ഡി ആണ് ഗൗട്ട്. 36 ICDSന്റെ പൂർണ്ണ രൂപം. ഉത്തരം എ ആണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. 37 എലീസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ്? ഉത്തരം ഡി എയ്ഡ്സ്. 38 പോൾ വോട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരുക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുന്നത് ന്യൂട്ടന്റെ നിയമം ഏതാണ്? ഉത്തരം ബി ആണ് രണ്ടാം ചലന നിയമം. 39 കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് 2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്ന ഏത് ലെൻസാണ്? ഇവയാണ് 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. 40 ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിന്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഡി ആണ് എല്ലാം. 1 ഉയർന്ന റെസിസ്റ്റിവിറ്റി, 2 ഉയർന്ന ദ്രവണാങ്കം, 3 ചുവന്ന ചുട്ട് വരുത്ത ഓക്സീകരിക്കപ്പെടാത്ത ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്. 41 2028 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഉത്തരം സി ആണ് EOS 06. അപ്പോൾ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തത് ഏത്? ഉത്തരം ബി JeSiB. 43 സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സി ആണ് ഷെൽ നമ്പർ. 54 താഴെ കൊടുത്തിരിക്കുന്ന ലോഹസങ്കരമായ നിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം. സി ആണ് Cr. 55 ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് സി ലീച്ചിങ്. 56 യൂരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരിയുടെ രചയിതാവ് ആരാണ്? ഡി ആണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. താഴെ തന്നിരിക്കുന്ന ശരിയായ ജോഡികൾ ഏവ? ഉത്തരമാണ് 2ഉം 4ഉം. 2ഉം 4ഉമാണ്. 2 പാവക്കുട്ടി ഗ്രേസി, 4 അനർഘൻ എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്.
പാവക്കുട്ടി ഗ്രേസ് ചെയ്ത് എൻ്റെ വയമ്പലങ്ങൾ SK പൊറ്റക്കാട്. 48 മഞ്ജു തരം ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം C ആണ്, ആത്മകഥ. 49 തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത്? ഉത്തരം B ആണ്, ദി ക്രിയേഷൻ ഓഫ് ആദം. 50 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? നൃത്തം ചെയ്യുന്ന കുടകൾ. ഇനി ഇതിൻ്റെ വെച്ച് സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് നോക്കാം. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം? C ആണ്, 23 വയസ്സ്. 82 താഴെ കാണുന്ന പ്രസ്താവനകളെ കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകൾ ശരിയേത്? ഉത്തരം A ആണ്, 1, 3, 4 എന്നിവ. 1 ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. 3 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. 4 ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. 83 പട്ടികയിലെ മദ്യങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷൻ ശരിയേതാണ്? ഉത്തരം A ആണ്. 2, 3 മാത്രമാണ് ഇവിടെ ശരി. 2 IMFL 3 ലിറ്റർ കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കുന്ന പരമാവധി അളവാണ് 3 ലിറ്റർ. അതുപോലെ 3 ബിയർ കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കുന്ന പരമാവധി അളവെന്ന് പറയുന്നത് 3.5 ലിറ്ററാണ്. 84 കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതിനും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? 1997. 85 NDPS ആക്ട് 1985 ബാധകമായ പ്രദേശങ്ങൾ? B ആണ്, ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ബാധകമാണ് NDPS ആക്ട്. 86 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന ശിക്ഷ? C 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും. 87 മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല ഏത്? D ആണ്, CH3OH. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? ഉത്തരം B ആണ്, 37.5. 89 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? ഉത്തരം C 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. കേരളത്തിലെ വിദേശമദ്യ ഷാപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറഞ്ഞ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ഉത്തരം B ആണ്, 1, 3 മാത്രം. 1 ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിവസം വിദേശമദ്യ ഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. 3 മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശമദ്യ ഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. 91 കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകൾ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം? ക്രമേണ രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. 92 FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ്? 180 ml. 93 താഴെ പറഞ്ഞത് ഏത് പ്രസ്താവനയാണ് കോപ്റ്റ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? ഉത്തരം C ആണ്, 2, 3. 2 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. 3 പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. 94 കോപ്റ്റ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? ഉത്തരം B 30. 95 സിഗരറ്റ്
ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കാറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? 60%. 96. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായി ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ വിമുക്തി. 97. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 ലഹരി വിരുദ്ധ ദിന സന്ദേശം. മികച്ച പരിചരണത്തിന് മികച്ച അറിവ്. 98. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറഞ്ഞതാണ് ശരിയായ പ്രസ്താവന. ഡി ആണ്. 1, 3 മാത്രം. 1. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെ മരുന്നുകളുടെ ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. 3. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. 99. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറഞ്ഞതിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥ? ഉത്തരം 1, 2 മാത്രം. 1 കമ്പനി, 2 പാർട്ട്ണർഷിപ്പ് സ്ഥാപനം. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? 3 വർഷം തടവും 5 ലക്ഷം രൂപയും. ഇത്രയും GK സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇതിനുള്ളത്. ട്യൂട്ടോറൊക്കെ നോക്കുക. താങ്ക് യു.